ഇതുപോലൊരു 4 മണി പലഹാരം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവും തോന്നില്ല കേട്ടോ. കിടുക്കൻ സംഭവമാണ്. നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പൂരി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കറികൾ കൂട്ടി കഴിക്കുന്നതിനേക്കാളും വൈകിട്ട് ചായക്കൊപ്പം കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്, ഒരു 4 മണി പലഹാരമായിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അപ്പോൾ ഈ ഒരു ഇത്രയും പാകത്തിനുള്ള ഒരു മധുരക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് വരുന്നുണ്ട്. നമ്മൾ സാധാരണ മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാനൊക്കെ പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ മധുരക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് കഴിക്കാനുള്ള ഒരെണ്ണം എക്സ്ട്രാ കൂടെ പുഴുങ്ങുന്നത് കാരണം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ പുഴുങ്ങിയത്. നമ്മൾ സാധാരണ അങ്ങനെയാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നത്. മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ പുഴുങ്ങിയിട്ട് അങ്ങനെ വൈകിട്ടൊക്കെ ചായക്കൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുഴുങ്ങേണ്ടതുകൊണ്ട് ഞാൻ എനിക്ക് കഴിക്കാൻ കൂടി ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ പുഴുങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇതിന് മാത്രമാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ആ ഒരു കിഴങ്ങ് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി അരക്കപ്പ് തന്നെ ധാരാളമായിരിക്കും ആ പാകത്തിനുള്ള മധുരക്കിഴങ്ങിന് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു ഡോ പരുവത്തിലാക്കി എടുക്കുക. അതായത് നമ്മൾ പൂരിയൊക്കെ അല്ലെങ്കിൽ നെയ്പ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി വേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ആ വെള്ളം വേണമെങ്കിൽ അതൊന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നല്ലൊരു പൂരിക്കുള്ളൊരു ഡോ പോലെ ആക്കി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആവശ്യത്തിന് അരിപ്പൊടി എത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം വെള്ളം ആവശ്യം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം വേണമെന്ന്. അപ്പോൾ ഞാനതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഡോ ആക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പരത്തുന്നത് ഇങ്ങനെയാണ്. മധുരക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാനൊരു ഇത്തിരി പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ അതിലാണ് നല്ലത്. ഇതിപ്പം വാഴയില ഇല്ലാത്തതാണ്. ഞാനൊരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് എണ്ണ വരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കൊരു ചെറിയ പൂരിയുടെ സൈസിലുള്ള അളവിൽ മാവെടുക്കുക. അത് എന്നിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്തു. ഇനി ഒരു അടി പരന്നൊരു പാത്രം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഷേപ്പിലൊന്ന് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് നേർമയൊന്നും ആക്കണ്ട. നമ്മുടെ പൂരിയൊക്കെ പോലെ തന്നെ നമുക്കൊന്നിത് പരത്തിയെടുക്കാം. അപ്പം നല്ല പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടും കേട്ടോ. സൈഡൊക്കെ ഒന്ന് വേണമെങ്കിലൊന്ന് ഷേപ്പൊക്കെ ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് നമ്മൾ പൂരിയൊക്കെ സെയിം പൂരി തന്നെയാണ് പൂരിയൊക്കെ ചെയ്യുന്നത് പോലെ ചുട്ടെടുക്കാം. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പൂരി തന്നെയാണ്. പക്ഷെ നമ്മൾ കറി ചേർത്തിട്ട് കഴിക്കുമ്പോഴല്ല. എനിക്ക് തോന്നുന്നു മധുരക്കിഴങ്ങുള്ളത് കാരണം ഒരു ചെറിയൊരു മധുരം ഇതിനകത്തുണ്ട്, ഈ ഒരു പൂരിക്ക് ഉണ്ടാവും. അപ്പം ശരിക്കും ഇത് വൈകിട്ടത്തെ ചായക്കൊപ്പം കഴിക്കാനാണ് ബെസ്റ്റ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ മധുരം കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കളറ് നല്ല ബ്രൗൺ ആവും കേട്ടോ. അത്യാവശ്യം നല്ല കളറാവും. എന്ന് വെച്ചാൽ കരിയൊന്നും ചെയ്യില്ല കളറ്. പക്ഷേ ഒരല്പം കളറ് കൂടി നിൽക്കും. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടല്ലോ, അതും കൊണ്ടായിരിക്കാം. അപ്പം നമ്മളിതിങ്ങനെ പൂരി പോലെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും കേട്ടോ. നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വരും. പക്ഷേ പെട്ടെന്ന് തന്നെ കളറും കൂടി ആവും കേട്ടോ. അപ്പം നോക്കൂ, ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കളർ ഇതുപോലെ തന്നെ നന്നായിട്ട് ആയി കിട്ടും. അപ്പോൾ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ മാവും ഇതേപോലെ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടുന്നുണ്ട്. ഇവിടെ ദീപാവലി ആവാറായി. പടക്കം പൊട്ടുന്ന സൗണ്ട് ഇതിനകത്ത് ഇടയ്ക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നമ്മുടെ പൂരിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വരാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊള്ളി വരുന്നത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ പെട്ടെന്ന് കളറായി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ മാവ് ഉണ്ടാക്കാനും നമ്മൾ ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൂരി അല്ലെങ്കിൽ 4 മണി പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. 4 മണി പലഹാരം തന്നെ പറയാം. അപ്പം ആ സമയത്ത് കഴിക്കാനാണ് കേട്ടോ ഇത് ബെസ്റ്റ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഇത് കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അല്ലേ. നല്ല അതാ മധുരത്തിൻ്റെ ആ ഒരു ഇത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു കളർ. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ
അപ്പോൾ എൻ്റെ ഈ പലഹാരം ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിടുക്കൻ പലഹാരമാണ് കേട്ടോ. പൂരിയായിട്ടോ 4 മണി പലഹാരമായിട്ടോ കഴിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.